ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് കോതമംഗലത്ത്. എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ്, ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവർ പ്രതിഷേധത്തിന് നേതൃത്വം വഹിക്കുന്നു. പ്രതിഷേധം അക്രമാസക്തമാകുന്നു. അതുമാത്രമല്ല, DYSPക്ക് നേരെ ജില്ലാ പ്രസിഡന്റ്, അതായത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് DCC അധ്യക്ഷൻ ഷിയാസ് അക്രമം നടത്തിയതടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. DYSPയെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാനായി ഷിയാസ് ശ്രമിക്കുന്ന കാഴ്ചകൾ കൂടി കാണാം. അത് ആശുപത്രിക്കുള്ളിലും പുറത്തുമൊക്കെ അത്തരത്തിൽ പോലീസിന് നേരെ കായികമായി നേരിടുന്ന ഒരു രീതി ഷിയാസ് എന്ന DCC പ്രസിഡന്റ് നടത്തിയത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ ആശുപത്രിക്കുള്ളിലും അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഷിയാസിൻ്റെ പെരുമാറ്റം. എന്തായാലും മൃതദേഹം വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം. വീണ്ടും വന്യമൃഗ ആക്രമണത്തിൽ പ്രതിഷേധം, സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. UDF-ന്റെ നേതൃത്വത്തിൽ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. പ്രതിഷേധം അക്രമാസക്തമാകുന്ന കാഴ്ച കൂടി നാം കാണുന്നു. പോലീസിന് നേരെ എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ് കായികമായി തട്ടിക്കയറുന്നതും നമുക്ക് കാണാം. വിവരങ്ങളുമായി ഇപ്പോൾ ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ബിനീഷ്, എന്തൊക്കെയാണ് അവിടെ പ്രതിഷേധം? എന്തൊക്കെയാണ് സമരക്കാർ പറയുന്നത്? എന്താണ് അവിടുത്തെ അവസ്ഥ ഇപ്പോൾ? ജിംഷാദ്, കോതമംഗലത്ത് മൃതദേഹവുമായാണ് പ്രതിഷേധം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. കാട്ടാനാക്രമണത്തിൽ മരിച്ച ഇന്ദിരയുടെ മൃതദേഹമായാണ് ഈ പ്രതിഷേധം. നേര്യമംഗലത്തും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അതോടൊപ്പം തന്നെ പോലീസ് ഈ കോതമംഗലത്ത് തന്നെ പോലീസിനെ UDF നേതാക്കളടക്കം തടഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾ നാട്ടുകാർ തടഞ്ഞിട്ടുണ്ട്. വനമന്ത്രി ഉദ്യോഗസ്ഥരോ സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ സ്ഥലത്തെത്തണം എന്നുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസും മാത്യു കുഴൽനാടൻ MLA, അതോടൊപ്പം തന്നെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഏതായാലും ഈ കാഞ്ഞിരവയലിൽ ഇന്ദിര മരിച്ചതിനെ തുടർന്ന് നേര്യമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിൽ DFO ഓഫീസിലേക്ക് മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ നാട്ടുകാർ നടത്താൻ തുടങ്ങുകയാണ്. ഏതായാലും നേര്യമംഗലം അടക്കം കടകൾ അടച്ച് പ്രതിഷേധം. ഈ പ്രതിഷേധത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബിനീഷ് ആന്റണി, ഇതിന് നിദാനമായ വീണ്ടും കാട്ടാന ആക്രമണവും കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ന് കൊല്ലപ്പെട്ട യുവതിയെ സംബന്ധിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ ആദ്യം നൽകിയാൽ ബിനീഷ്. ജിംഷാദ്, ഈ കഴിഞ്ഞ 2 മാസത്തിനിടാണ് ഇടുക്കി ജില്ലയിൽ അഞ്ചോളം പേര് ഈ കാട്ടാനകളിലെ ജീവൻ പൊലിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ വ്യാപക പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വന്നിരുന്നത്. കാരണം മൂന്നാർ കന്നിമല അടക്കമുള്ള ഓട്ടോ ഡ്രൈവർ ഈ കാട്ടാന ആക്രമണത്തിൽ മരിച്ചതും വലിയൊരു വിഷയം തന്നെയാണ്, വലിയൊരു പ്രതിഷേധം തന്നെയാണ് അന്നും ഉയർന്നു വന്നത്. അന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കം നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയിരുന്നു. വലിയൊരു പ്രതിഷേധം തന്നെ ഉയർന്നു വന്ന സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് തന്നെ MP വ്യക്തമാക്കിയിരുന്നു ഈ അക്രമകാരികളെ കാട്ടാനകളെ പിടിച്ചു മാറ്റണമെന്ന ആവശ്യം തന്നെ ഉന്നയിച്ചിരുന്നു. വനവകുപ്പ് ഇതിനെതിരെ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. യോഗം ചെയ്തതിനു ശേഷം RRT സംഘത്തെ നിയോഗിച്ച് ഈ പ്രതിഷേധത്തിന്റെ കാഴ്ചയിലേക്കും വിവരങ്ങളിലേക്കും എനിക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. ഈ ബന്ധുക്കളുടെ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം ബിനീഷ് തുടരൂ. കാട്ടാന ആക്രമണത്തിൽ ഇന്ദിര മരിച്ചതുമായി സംഭവം നടക്കണ നട്ടപ്പകല അല്ലാതെ ആന വരുന്ന ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലടാ. അന്നേരം ഇങ്ങനെ സംഭവിച്ചേ സന്ധ്യ ആയപ്പോഴോ ഒന്നാണെങ്കിൽ എനിക്ക് സന്ധ്യക്ക് നിങ്ങൾ ഇറങ്ങി നന്നാന്ന് പറയാ. പറമ്പിയിൽ വെച്ച് അല്ല, കാട്ടിലൊന്നും അല്ലല്ലോ. കൂടെ ഉണ്ടായിരുന്നോ? ഞാൻ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റില്ല സാറേ, എനിക്ക് പറയാൻ പറ്റില്ല. ആനത്താട്ട് കൊല്ലുന്നു ഞങ്ങൾക്ക് ആരുടെ ഞങ്ങള് രണ്ടിങ്ങനെ കൂടി വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ആന കൊല്ലണേ. എനിക്ക് എങ്ങനെയാണ് ഞാൻ സഹിക്കണേ? എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. ബിനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുകയാണ്. ബിനീഷ് ആന്റണി, മനുഷ്യന്റെ ദുരവസ്ഥ, ആ കരച്ചിലിനപ്പുറത്തേക്ക് അതിന്റെ വിശദീകരണങ്ങളില്ല. വീട്ടുമുറ്റത്ത്, കാട്ടിലല്ല വീട്ടുമുറ്റത്ത് നിന്നിരുന്നവരാണ് കൺമുന്നിൽ ചവിട്ടി മരിക്കപ്പെടുന്നത്, കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ദുരവസ്ഥ, ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് അതൊക്കെയാണ്. ബിനീഷ് ആന്റണി, തീർച്ചയായിട്ടും നിഷാദ്, രാവിലെ ഇവരെ ഒരുമിച്ചായിരുന്നു കൃഷിയിടത്തിലുണ്ടായിരുന്നത്. കൂവ വിളവെടുക്കുന്നതിനിടെ കാട്ടാന അപ്പുറത്തു നിന്നും ഓടി വരുന്നത് നാട്ടുകാർ കണ്ടിരുന്നു.
മാറിക്കോളാൻ എല്ലാം തന്നെ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഈ രണ്ട് വീട്ടമ്മമാരും കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കേൾക്കാൻ സാധിച്ചില്ല. തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന വീട്ടമ്മ ഈ കാട്ടാനെ കണ്ട് ഓടി മാറുകയായിരുന്നു. തുടർന്നായിരുന്നു ഈ കാട്ടാന മാറി ഈ വഴിയിൽ നിന്ന് മാറിയ കാട്ടാന പെട്ടെന്ന് ഇന്ദ്രനെ കാണുകയും വന്ന് ആക്രമിക്കുകയുമായിരുന്നു. ഇന്ത്യയുടെ തലയ്ക്കാണ് ആക്രമണമേറ്റതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉടനെ തന്നെ ഈ നാട്ടുകാർ ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പ് തന്നെ മരണം സംഭവിച്ചു. അതുകൊണ്ട് തന്നെയാണ് വ്യാപക പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യം. കാരണം കൃഷിയിടത്തിൽ ഈ ഭാഗത്താണ് ഒരു ആനത്താരയുള്ളത്. ഇത് വനവകുപ്പിന് കൃത്യമായി അറിയാവുന്ന ഈ ആനത്താരയിൽ യാതൊരുവിധ ട്രെഞ്ച് നിർമ്മിക്കാനോ വൈദ്യുതി വേലി നിർമ്മിക്കാനോ ഈ വനവകുപ്പ് നിസ്സംഗത കാണിച്ചു എന്നുള്ള ആരോപണങ്ങൾ തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്യാപക പ്രതിഷേധം ഉയർന്നു വരുന്നത്. ഇപ്പോൾ നേര്യമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിൽ കടകൾ അടച്ചുള്ള പ്രതിഷേധത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. ഏതായാലും DF ഓഫീസ് അടക്കമുള്ള മാർച്ചിലേക്ക് ഈ നാട്ടുകാർ നീങ്ങുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു പ്രതിഷേധം തീർച്ചയായും ആ പ്രതിഷേധത്തിന്റെ കാഴ്ചയിലേക്ക് പോകുമ്പോൾ ഈ എറണാകുളം ജില്ലയുടെ ഭാഗമാണോ ഈ പ്രദേശം? തീർച്ചയായിട്ടും ഈ എറണാകുളം ജില്ലയായിട്ട് പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാഞ്ഞിരവേലി. പുഴയ്ക്ക് അപ്പുറം എറണാകുളം ജില്ലയും പുഴയ്ക്ക് ഇപ്പുറം കാഞ്ഞിരവേലിയുമാണ്. ഈ പുഴയ്ക്ക് അപ്പുറം എറണാകുളം ജില്ലയിലായിരുന്നു ഈ ആനകൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ആളുകൾ ഈ കാട്ടാനകളെ തുരത്തുകയായിരുന്നു. ശേഷം ഈ കാട്ടാനകൾ പുഴ മറികടന്നാണ് ഈ കൃഷിയിടത്തിലേക്ക് എത്തിയത്. കൃഷിയിടത്തിൽ ജോലി ചെയ്ത ഇന്ത്യയിലേക്കാണ് ഈ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വ്യാപക പ്രതിഷേധം. കൃഷിയിടത്തിൽ പോലും തങ്ങൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഇവർ ഉന്നയിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ കോതമംഗലത്ത് മൃതദേഹം കൊണ്ടുവന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ട എന്ന പോലീസിനെ തട്ടിക്കയറുകയായിരുന്നു. UDF നേതാക്കളടക്കം തട്ടിക്കയറുകയായിരുന്നു. ഈ വനമന്ത്രി മൃതദേഹവും വഹിച്ചുകൊണ്ടാണോ UDF-ന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുന്നത്? മൃതദേഹം തീർച്ചയായിട്ടും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ പോലീസ് എത്തിയപ്പോൾ തന്നെ അവിടുന്ന് ഈ മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഡീൻ കുര്യാക്കോസും അടക്കം മാത്യു കുഴനാട് അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ തീർച്ചയായിട്ടും വനമന്ത്രി സ്ഥലത്തെത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഇതൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലൊരു ആക്രമണം ആവർത്തിക്കപ്പെടും എന്ന് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധം UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വനമന്ത്രി സ്ഥലത്തെത്തി ബാക്കിയുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാത്രമായിരിക്കും ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെയാണ് വലിയ വ്യാപക പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നത്. കാരണം അതുകൊണ്ട് തന്നെ DF ഓഫീസ് അടക്കമുള്ള മാർച്ചിലേക്ക് നാട്ടുകാർ നീങ്ങുന്നത്. ഇതൊരു ജനകീയ പ്രക്ഷോഭം തന്നെയാണ്. ഇത് പാർട്ടി രാഷ്ട്രീയ മുതലെടുപ്പ് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം ഒരു ജനകീയ ഒരു പ്രതിഷേധം തന്നെയായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെയുള്ള നാട്ടുകാർ കാഞ്ഞിരവേലി നാട്ടുകാർ തന്നെ വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് തുടരുന്നത്. കാരണം ജോലിക്ക് പോയ ആളുകളെല്ലാം തന്നെ തിരികെ വന്ന വലിയൊരു പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് തന്നെ DF ഓഫീസ് മാർച്ചിലേക്ക് തന്നെ കടക്കുന്നത്. ജിംഷ, ശരി. ബിനീഷ് ആന്റണി. ഇടുക്കിയിൽ വൻ പ്രതിഷേധം നടക്കുകയാണ്. കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിയുന്നു. ഈ ആഴ്ചക്കിടെ ഏതാണ്ട് 5 പേരാണ് ഈ മാസത്തിനുള്ളിൽ കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ദിര എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. വീട്ടുമുറ്റത്ത് കൃഷിയിടത്തിൽ പണിയെടുക്കവെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. മൃതദേഹവും വഹിച്ചുകൊണ്ട് UDF-ന്റെയും നാട്ടുകാരുടെയും ഒക്കെ പ്രതിഷേധം അവിടെ അരങ്ങേറുകയാണ്. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി